ഹായ്, ഇന്ന് നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ഡിഗ്രി ലെവൽ എക്സാംസിൻ്റെയൊക്കെ 7ാമത്തെ ദിവസമാണ്. 7 ദിവസം കൊണ്ട് നമ്മൾ കുറേയധികം കാര്യങ്ങൾ പഠിച്ചു. ഇന്ന് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 പോർഷൻസ്. അതിലൊന്ന് ഞാൻ മുഗൾ സാമ്രാജ്യമാണ് എടുത്തത്. 1857 ശേഷമുള്ളത് മാത്രമാണ് നമ്മുടെ സിലബസിലുള്ളത്. പക്ഷേ എന്തുകൊണ്ട് മുഗൾ സാമ്രാജ്യം പഠിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ തവണകളിലൊക്കെ ഡിഗ്രി ലെവലിൽ PSC ആവർത്തിച്ച് ചോദിച്ച ഒരു ഭാഗമാണ് മുഗൾ സാമ്രാജ്യം. അതും നല്ല കടുകട്ടി ക്വസ്റ്റ്യൻസ്. അപ്പോൾ മുഗൾ സാമ്രാജ്യം പഠിക്കണം, പദ്ധതികൾ പഠിക്കണം. പദ്ധതികൾ പഠിക്കുമ്പോൾ കേന്ദ്രവും പഠിക്കണം. ഇന്ന് നിങ്ങൾ കേരള പദ്ധതികളും പഠിക്കണം. അപ്പോൾ അത് കുറച്ചധികം സമയം ആവശ്യമാണ്. മുഗൾ സാമ്രാജ്യത്തിൽ നിങ്ങൾ പഠിക്കുമ്പം ഫോക്കസ് ചെയ്യേണ്ടത് ബാബർ, അക്ബർ അങ്ങനെയുള്ളവരുടെ പ്രധാനപ്പെട്ട മന്ത്രിസഭയും അതോടൊപ്പം തന്നെ പുസ്തകങ്ങളും ബേസ് ചെയ്ത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു പോകുക. നികുതി സമ്പ്രദായങ്ങളൊക്കെ അവിടെ ചോദിച്ചിട്ടുണ്ട്. ഇനിയും അടുത്ത പോർഷൻ എന്ന് പറയുന്നത് അല്പം കടുകട്ടിയായിട്ടുള്ള ഒരു പോർഷനാണ്. റിപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോ റേറ്റുമാണ്. അത് എക്കണോമിക്സിലെ കടുകട്ടിയായിട്ടുള്ള ഭാഗമാണ്. എങ്കിലും CA കലർത്തി തന്നെ നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. അപ്ഡേറ്റ്സ് ആ നോട്ടിൽ കൊണ്ടുവരികയും ചെയ്യണം. ഓക്കെ.